നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു KFC സ്റ്റൈല് ബ്രോസ്റ്റഡ് ചിക്കൻ ആട്ടോ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കണ്ട ആ ഒരു ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേൾക്കാൻ, ഉള്ളൊക്കെ നല്ല ജ്യൂസിയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഒരു 750 ഗ്രാം, അതായത് ഒരു 6 ചിക്കൻ ലെഗ് പീസ് മാത്രമാട്ടോ എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് സോയാ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത് നോക്കി ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ 6 പീസ് ചിക്കൻ വേറൊരു ബൗളിലെടുത്ത് അതിലേക്ക് 3/4 ടേബിൾ സ്പൂണ് സോയാ സോസ്, 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.25 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുക്കുക. പാപ്രിക്ക അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ ഒരു പകുതി 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചിക്കൻ ഇല്ലേ, അതിനകത്ത് ഉപ്പും ചെറുനാരങ്ങ നീരും തേച്ചെടുത്ത് അത് ഇതിലേക്ക് ഇടാം. നല്ലോണം മസാല ഒക്കെ പിടിച്ച് ഇനി നമുക്ക് ഇതൊരു 5 മണിക്കൂർ, 4 മിനിമം വെക്കണം, 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തുകൊണ്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് പാപ്രിക്ക പൊടി, 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതുകൂടി ചേർക്കാം. പാപ്രിക്ക പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഈ മൈദയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കനാണ്. ചിക്കന് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ മൈദൻ്റെ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇത് കുറച്ച് ടൈം ചെയ്യണേ. ഇതനി നമുക്ക് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാ വെള്ളം നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് ഇടാൻ പോവാണ്. എന്നിട്ട് 4 സെക്കൻഡ് 1 2 3 4 എടുക്കുക. വെള്ളം കംപ്ലീറ്റ് പോക്കുക. എന്നിട്ട് വീണ്ടും ഈ മൈദക്കൂട്ടിലേക്ക്, എന്നിട്ട് വീണ്ടും നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കും മൈദ. ഇതിലിങ്ങനെ കംപ്ലീറ്റ് പൊടി കോട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടാം. അധികം ചൂട് പാടില്ല കേട്ടോ, എണ്ണക്ക് കരിഞ്ഞു പോകും. നമ്മളെ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആട്ടോ. നിങ്ങൾ കണ്ടോ, അതാ നല്ല മൊരിമൊരിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, നല്ലോണം ഇതിൻ്റെ മേലെ നല്ല ഇതാ ക്രിസ്പി ആട്ടോ. മൈദൻ്റെ മിക്സിൽ നന്നായിട്ട് നമ്മൾ കോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഇതാ പൊട്ടിച്ച് വേണേൽ കാണിച്ചു തരാം. ഇതാകണ്ട ഭയങ്കര ഇതാട്ടോ, നല്ല ചൂടാ, നല്ല ഉള്ളും നല്ലോണം വെന്തുണ്ട്, പുറമെ ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.